ഹലോ ഹായ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് പാൽപ്പല്ലുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. പാൽപ്പല്ലുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് കുട്ടികളുടെ വായിലുണ്ടാവുന്ന പറഞ്ഞു പോയി പകരം പുതിയ പല്ല് വരുന്ന ആ പല്ലുകൾക്കാണ് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. ആ പല്ലുകളെക്കുറിച്ച് നമ്മൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുമ്പോൾ എല്ലാവരും പൊതുവെ ഏതായാലും പറഞ്ഞു പോകാനുള്ള പല്ലല്ലേ എന്നുള്ള രീതിയിലാണ് അതിനെ എടുക്കുക. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാൽപ്പല്ലും തന്നെ അതിൻ്റെ സമയത്തിൻ്റെ മുന്നേ പോയി പറിച്ച് കളയാൻ പാടില്ല എന്നുള്ളതാണ്. ഈ പാൽപ്പല്ലുകളെ പടച്ച തമ്പുരാൻ അവിടെ നിയോഗിച്ചിട്ടുള്ളത് അടിയിൽ വരുന്ന പല്ലിന് വഴി കാണിക്കാനും ആ പല്ലിന് വേണ്ട സ്ഥലം സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. ഈ രണ്ട് ഫങ്ഷൻ, രണ്ട് ധർമ്മങ്ങൾ, രണ്ട് ജോലികൾ പാൽപ്പല്ലിന് ചെയ്യേണ്ടതുണ്ട്. അടിയിലെ വരുന്ന പല്ലിന് സ്ഥലം സൂക്ഷിക്കുകയും ആ പല്ല് വരുമ്പോൾ വഴികാട്ടിയായിട്ട് നിൽക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ 9 വയസ്സിൽ പോയി പകരം വേറെ പല്ല് വരേണ്ട ഒരു പല്ലിനെ 5 വയസ്സിലോ 6 വയസ്സിലോ ഒക്കെ പറിച്ച് കളഞ്ഞേണ്ടി വന്നാൽ, അങ്ങനെ കളഞ്ഞാൽ അവിടെ വരേണ്ട പല്ല് വഴിതെറ്റിപ്പോവുകയും എല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റൂട്ട് കനാൽ ചികിത്സ, കുട്ടികൾ ചെയ്യുന്ന റൂട്ട് കനാൽ ചികിത്സ, പൾപ്പക്ടമി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്, അത് കുട്ടികളിൽ നിർബന്ധമായിട്ട് മാറാറുണ്ട് പലപ്പോഴും. വലിയവർക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഓൺലി ഒരു ഓപ്ഷനാണ്. ഒന്നുകിൽ റൂട്ട് കനാൽ ചെയ്യാം, അല്ലെങ്കിൽ പറിക്കാം എന്നുള്ള കാര്യം 2 ഓപ്ഷനിൽ ഒന്നാണ്. ആ രീതിയിലാണ് വലിയവരിൽ അഡൽട്ടിലെ പെർമനൻറ്റ് ടൂത്തുകൾക്ക് ഉണ്ടാവുമെങ്കിൽ പാൽപ്പല്ലുകൾക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, അതായത് കുട്ടികൾ ചെയ്യുന്ന റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ഒരു മാൻഡേറ്ററി ആയിട്ട് മാറുന്നത് ഈ കാരണം കൊണ്ടാണ്. പാൽപ്പല്ലുകൾ വേണം അടിയിലെ പല്ലിനെ വഴി കാണിക്കാനും ആ സ്ഥലം സൂക്ഷിക്കാനുള്ളത് കൊണ്ടാണ്. ചില കേസിൽ കുട്ടികൾക്ക് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റാത്ത അത്രയും അവസ്ഥയിൽ ദ്രവിച്ച് പോയി പല്ല് ഭയങ്കരമായി പഴുപ്പ് വന്ന് ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ പല്ല് പറിച്ച് കളയുകയും, അങ്ങനെ കളഞ്ഞാൽ അവിടെ ആ പല്ല് വരുന്ന, അതിന് പകരം പല്ല് വരുന്ന, അപ്പം 11 വയസ്സിൽ പോവേണ്ട ഒരു പല്ല് 6 വയസ്സിൽ പറിച്ച് കളയേണ്ടി വന്നാൽ അവിടെ അതിന് പകരം വേറൊരു സാധനം, ഒരു സ്പേസ് മെയിൻറ്റെയിനർ എന്ന് പറയുന്ന ഒരു സാധനം ആ സ്ഥലത്ത് വെച്ച് കൊടുക്കേണ്ടതായിട്ടും വരാറുണ്ട്. അപ്പോൾ കഴിയുന്നതും മാക്സിമം എങ്ങനെയൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് പാൽപ്പല്ലുകൾ നല്ലവണ്ണം സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പാലിക്കണം. അതിന് ചെയ്യാനുള്ള കാര്യങ്ങൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, കഴിക്കുന്ന സാധനങ്ങൾ കുട്ടികൾക്ക് കൈ കണ്ടത് മുഴുവനും വാങ്ങിക്കൊടുത്ത് നമ്മൾ അങ്ങ് ശീലിപ്പിക്കാതിരിക്കുക. അതൊന്ന്, പല്ല് കേടുവരുത്തുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. രണ്ടാമത്തത്, രാത്രിയിലെ ബ്രഷിങ്. രാവിലത്തെ ബ്രഷിങ്ങിനേക്കാളും കുട്ടികളുടെ കേസിൽ രാത്രിയിൽ ബ്രഷിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഈ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കുക. അങ്ങനെ ആകുമ്പോൾ പാൽപ്പല്ലുകളുടെ ആ ഒരു ഡ്യൂറേഷൻ കൂടുതൽ കിട്ടുകയും സമയത്തിൻ്റെ മുന്നേ പാൽപ്പല്ലുകൾ പറഞ്ഞു പോകുന്നത് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ നശിച്ചു പോകുന്നത് ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും. ഉള്ളിൽ പല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ പാൽപ്പുഴ വെക്കുന്നതിൽ കാര്യമില്ല. ഉള്ളിൽ പല്ല് വരുന്നത് വരെ, ആ സമയം വരെ, ഓരോ പല്ലിനും ഓരോ സമയമുണ്ട്, അത് ഡോക്ടർക്ക് അറിയാം. അതുവരെ ആ പല്ലിനെ അവിടെ സംരക്ഷിക്കുക തന്നെ വേണം. അതുകൊണ്ട് പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തിൽ എല്ലാവരും കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് അറിയിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.